ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. ഞാൻ കുറേ നാളായിട്ട് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാറില്ല, ലോങ് വീഡിയോ എടുക്കാറുമില്ല. ഒത്തിരി നാളായി, 2-2.5 കൊല്ലമായിട്ട് വീഡിയോസ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓൺ വോയിസിൽ ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും അരിഞ്ഞതും ചതച്ചതായാലും മതി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പം അതിലേക്ക് ഒരു 3-4 സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെയും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് കൂടിയും ചേർത്ത് ഇത് നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചിക്കൻ മസാല കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനിതിൽ ചിക്കൻ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിരുന്നു. അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് ഞാൻ വറ്റിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മസാലക്കൂട്ടുകൾ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്കിത് ഗ്രേവി വേണ്ട എന്നാണെങ്കിൽ വെള്ളം വറ്റിയതിന് ശേഷം മാത്രമേ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാനിതിൻ്റെ വെള്ളം വറ്റുന്നതിനും മുമ്പായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു കിഡിലിനൊരു കോക്കനട്ട് ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് കൂടെ ഒന്ന് ഇടണേ, മറന്നുപോലെ. അപ്പോൾ ഇനി പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.